കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിനെ മരണത്തിൽ ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അധ്യാപകരായ ഡോക്ടർ MK റാം, ഡോക്ടർ KT സംഗീത എന്നിവരെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കും. ഇരുവർക്കും നോട്ടീസ് നൽകി ചോദ്യം ചെയ്യും. അതേസമയം കോളേജിലെ വിദ്യാർത്ഥികളുടെ മൊഴിയും ഇന്ന് രേഖപ്പെടുത്തും. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഇന്ന് ഈയൊരു അധ്യാപകരുടെ ആരോപണ വിധേയരായ അധ്യാപകരുടെ അറസ്റ്റിലേക്കടക്കം കടന്നേക്കാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ചോദ്യം ചെയ്യലും എടുക്കലും ഇന്ന് നടക്കും എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും അഞ്ചരക്കണ്ടിയിലെ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വലിയ രീതിയിലുള്ള അന്വേഷണം ഊർജിതമാക്കാനാണ് അഞ്ചരക്കണ്ടി പോലീസിൻ്റെ തീരുമാനം. അതിനിടയിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘമെല്ലാം രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഈ ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. അവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തുടക്കം തന്നെ കേസെടുത്തിരുന്നു. അതിൻ്റെ തുടർ നടപടികൾ എന്ന പശ്ചാത്തലത്തിലാണ് ഡോക്ടർ MK റാം, അതോടൊപ്പം തന്നെ KT സംഗീത എന്നിവർക്ക് നോട്ടീസ് നൽകിയിരുന്നു. അവരെ ഇന്ന് തന്നെ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യലിൽ അവർക്കെതിരെ കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ എന്തായാലും അറസ്റ്റിലേക്കുള്ള നടപടികളിലേക്ക് പിന്നീട് കടക്കും. അതോടൊപ്പം തന്നെ ഈ നിതിൻ രാജിൻ്റെ സഹപാഠികളുടെ മൊഴിയെടുക്കും. കോളേജുമായി ബന്ധപ്പെട്ട് മറ്റ് വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കും. കാരണം ഇത് കേരള സമൂഹത്തിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് കൂടുതൽ നടപടിയിലേക്ക് പോലീസ് കടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നിതിൻ രാജിൻ്റെ പിതാവ് കൂടുതൽ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഹോസ്റ്റൽ വാർഡൻ്റെ കമൽ, അതോടൊപ്പം തന്നെ മറ്റൊരു അധ്യാപിക ലത എന്നിവർക്കും ഈ മരണവുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടെന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ കേരള പൊതുസമൂഹത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് നിതിൻ രാജിൻ്റെ പിതാവിൻ്റെ ആരോപണം ഇതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണ്. നിതിൻ രാജ് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പല മുറിവുകളും ഉണ്ടായിരുന്നു. അത് താൻ കണ്ടു എന്ന രീതിയിലുള്ള ചില വെളിപ്പെടുത്തലുകളും നിതിൻ രാജിൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അങ്ങനൊരു ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കുന്ന രീതിയിലേക്ക് ഇനി പോലീസ് കടക്കേണ്ടിയിരിക്കുന്നു. കുറച്ചു നാളുകളായി തന്നെ ഈ നിതിൻ രാജ് അധ്യാപകരിൽ നിന്നും അതോടൊപ്പം തന്നെ സീനിയർ വിദ്യാർത്ഥികളിൽ നിന്നും ഗുരുതരമായ ആരോപണവും ജാതീയാധിക്ഷേപവും മർദ്ദനവുമെല്ലാം നേരിടുന്നു എന്നും ഇദ്ദേഹം പറയുന്ന പശ്ചാത്തലത്തിൽ പോലീസിന് അത് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. അപ്പോൾ കൂടുതൽ അന്വേഷണത്തിലേക്കെല്ലാം കടക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും കൃത്യമായ ഒരു അന്വേഷണം തന്നെ നടക്കുമെന്നാണ് പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ഇന്ന് അഞ്ചരക്കണ്ടി കോളേജ് കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാനും വിദ്യാർത്ഥി സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. SFIയും AVUPയും അതോടൊപ്പം തന്നെ മഹിളാ അസോസിയേഷനുകളും അടക്കമുള്ള സംഘടനകളും വലിയ പ്രതിഷേധവുമായി ഇന്ന് അഞ്ചരക്കണ്ടിയിലേക്ക് എത്തുന്നുണ്ട്. ഇത് പൊതുസമൂഹം ഏറ്റെടുത്തൊരു വിഷയമായി തന്നെ മാറിയിട്ടുണ്ട്. ഇനി ഒരു കുട്ടിക്കും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകരുതെന്ന് പൊതുസമൂഹത്തിൻ്റെ തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസും അന്വേഷണം ഊർജിതമായി നടത്തുന്നത്. പല വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിതിൻ രാജിൻ്റെ പിതാവ് അധ്യാപകർക്ക് മാത്രമല്ല സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെയും ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ കൂടുതൽ പ്രതികൾ ഇതിലുണ്ടാകുമോ എന്നത് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. സീനിയർ വിദ്യാർത്ഥികൾ തുടക്കം മുതൽ തന്നെ നിതിൻ രാജിനെ ഉപദ്രവിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒന്ന് കുളിക്കുവാനോ അതോടൊപ്പം തന്നെ മറ്റ് ആവശ്യങ്ങൾക്കോ പ്രാഥമിക ആവശ്യങ്ങൾക്കോ പോലും നിതിൻ രാജ് പോകുമ്പോൾ അവിടെ തടയുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ടീഷർട്ട് അടക്കമുള്ള ഇട്ട് പുറത്തിറങ്ങാൻ സീനിയർ വിദ്യാർത്ഥികൾ അനുവദിച്ചിരുന്നില്ല എന്ന രീതിയിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ തന്നെ ഇന്നലെ കണ്ണൂർ ACP ഹരിപ്രസാദ് ചില പ്രസ്താവനകളുമായി ചില വെളിപ്പെടുത്തലുകളുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു. അത് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടാണ്. ഈ നിതിൻ രാജ് ലോൺ ആപ്പിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നു. ആ കടം വാങ്ങാനായി ലോൺ എടുക്കാനായി ഉപയോഗിച്ചിരുന്നത് ഈ കോളേജിലെ തന്നെ ഒരു അധ്യാപികയുടെ നമ്പറാണ്. ആ അധ്യാപികയെ നിരന്തരം ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട അധികൃതർ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തിയ വിവരം ഈ അധ്യാപിക പ്രിൻസിപ്പാളിനെ അറിയിച്ചിരുന്നു. അങ്ങനെയാണ് ഈ പ്രിൻസിപ്പാൾ ഈ നിതിൻ രാജിനെ തൻ്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതെന്ന രീതിയിലുള്ള വിവരങ്ങളും ഇപ്പോൾ ACP ഹരിപ്രസാദ് പുറത്തുവിടുന്നുണ്ട്. ആ രീതിയിലും അന്വേഷണം ഊർജിതമാക്കുവാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് നിതിൻ രാജിൻ്റെ പിതാവിൻ്റെ പരാതിയിലും അതോടൊപ്പം തന്നെ
തന്നെ ഈ മരണത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒരു ഭാഗത്ത് അന്വേഷണം നടത്തുന്നു. അതോടൊപ്പം തന്നെ നിതിൻ രാജുമായി ബന്ധപ്പെട്ട് ഈ ലോൺ ആപ്പിൻ്റെ ഭീഷണി വല്ലതുമുണ്ടോ എന്ന രീതിയിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നാളുകളായി തന്നെ കേരളത്തിൽ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഭീഷണികളും അതോടൊപ്പം തന്നെ ഈ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുക എന്നതെല്ലാം ചൂണ്ടിക്കാട്ടി പലരും ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥ നാം കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ഈ സംഭവം കടക്കുന്നുണ്ടോ എന്നും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അങ്ങനെ വിവിധ മേഖലയിൽ വിവിധ ആൾക്കാരെ അതോടൊപ്പം തന്നെ സഹപാഠികളെ അധ്യാപകരെ അങ്ങനെ ഇനി ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് വിവിധ ഇടങ്ങളിൽ ചോദ്യം ചെയ്യുകയും അന്വേഷണം ഊർജിതമാക്കുവാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ശരി, എന്തായാലും നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഈ അധ്യാപകരായ ഡോക്ടർ MK റാമും ഡോക്ടർ KT സംഗീത എന്നിവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇരുവർക്കും നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതുപോലെ തന്നെ കോളേജിലെ വിദ്യാർത്ഥികളുടെ മൊഴിയും ഇന്ന് രേഖപ്പെടുത്തും. ഈ ഒരു സംഭവത്തിൽ നിതിന്റെ കുടുംബം ഈ ഒരു സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ അടക്കം ഈ ഒരു ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ രീതിയിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഏതായാലും ഈ ഒരു നിതിൻ രാജിന്റെ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഈ ഒരു ആരോപണ വിധേയരായ 2 അധ്യാപകരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഇരുവർക്കും നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.